ഓക്കെ, നമ്മുടെ ഡാറ്റ റിക്കവർ ചെയ്യാൻ മെയിൻലി ഒരു മെത്തേഡ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്റ്റേണൽ പെൻ ഡ്രൈവിനെയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിനോ വിൻഡോസ് ബൂട്ടബിൾ ഡ്രൈവ് ആക്കി എടുക്കാം. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ആ വിൻഡോസ് എങ്ങനെയാണ് ഉപയോഗിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിനും പെൻ ഡ്രൈവിനെയും നമുക്ക് അങ്ങനെ ആക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് ഫസ്റ്റ് വേണ്ട നമുക്കൊരു വിൻഡോസിന്റെ ISO ഫയലാണ്. ഇപ്പൊ നിങ്ങളുടെ വിൻഡോസ് 10, വിൻഡോസ് 8, വിൻഡോസ് 7 ആയിട്ട് വിൻഡോസിന്റെ ISO ഫയൽ ഉണ്ടായാൽ മതി. ഒപ്പം ഇതുപോലെ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ പെൻ ഡ്രൈവ് ആണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ മിനിമം ഒരു 32 GB കീപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റാണ് നമുക്ക് വേണ്ടത് ഈ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിടാം. ഓക്കെ, ഇതിലിപ്പോൾ ഒരു 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഫസ്റ്റ് ഓപ്ഷനാണ്, വിൻഡോസ് 2 USB. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ നമ്മുടെ ISO ഇമേജ് സെലക്ട് ചെയ്ത് ഓക്കെ ഫസ്റ്റ് ഓപ്ഷനിൽ അതിന് നമ്മൾ ബ്രൗസ് ഇമേജ് ഫയൽ കൊടുത്ത് നമ്മൾ നമ്മുടെ ISO ഇമേജ് സെലക്ട് ചെയ്യുക. സോ ഐ ചൂസിങ് മൈ വിൻഡോസ് 10 ISO ഇമേജ്. ദെൻ നമ്മൾ നമ്മുടെ ഡ്രൈവിനെ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ തോഷിപ്പയുടെ 1 TB ഡ്രൈവാണ്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീൻസ് നിങ്ങളുടെ കമ്പ്യൂട്ടർ MBR ആണ്, നിങ്ങളുടെ പാർട്ടീഷൻ MBR ആണ് GPT ആണെന്ന് സെലക്ട് ചെയ്യുക. മെയിൻലി ഞാൻ ഏറ്റവും ചൂസ് ചെയ്യുന്നത് MBR ഫോർ ബയോസ് ആൻഡ് UEFI ഒരു ഓപ്ഷനാണ് ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യാറ്. മീൻസ് അത് സെലക്ട് ചെയ്ത് ഏകദേശം എല്ലാ സിസ്റ്റത്തിലും മീൻസ് നമ്മുടെ പഴയ സിസ്റ്റത്തിലായാലും പുതിയ സിസ്റ്റത്തിലായാലും സ്മൂത്തായിട്ട് വർക്ക് ചെയ്തുള്ളൂ. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് ജസ്റ്റ് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രൈവ് ഫോർമാറ്റ് ഔട്ടോ മീൻസ് നിങ്ങളുടെ ഹാർഡ് ഡിസ്കോ പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ അതിൻ്റെ ബാക്കപ്പ് എടുത്ത് വയ്ക്കുക. ഓക്കെ, എൻ്റെ സ്റ്റേജിൽ ഇപ്പോൾ അവർ ചോദിച്ചാൽ നിങ്ങളുടെ ഡ്രൈവ് ഞങ്ങൾ ഫോർമാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ യെസ് കൊടുക്കാൻ പോകുന്നു, കാരണം എൻ്റെ ഡ്രൈവ് ഓൾറെഡി ഞാൻ ഫോർമാറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പ്രൊസീജിയർ തുടങ്ങിയിട്ടുണ്ട്. 0% ആണ് ഒരു ടൈപ്പ്. സോ ദിസ് മൈ ഹാർഡ് ഡിസ്ക് ആൻഡ് ഐ ഓൾറെഡി പ്ലഗ് ഇറ്റ് ഇൻ. ഓക്കെ, ഫൈനലി നമ്മുടെ വിൻഡോസിൻ്റെ എല്ലാ കാര്യവും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്കായിട്ട് ബൂട്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബൂട്ട് ചെയ്തത് നമ്മുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിനാണ്. ഇനിയിപ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ വിൻഡോസ് നമ്മൾ കോൺഫിഗർ ചെയ്തത് മീൻസ് ഫസ്റ്റ് ടൈം നമുക്കൊരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും, നമ്മളത് കോൺഫിഗർ ചെയ്യുക. ദെൻ നിങ്ങൾക്കൊരു അടിപൊളി പോർട്ടബിൾ ആയിട്ടൊരു വിൻഡോസ് റെഡി ആയി.